ഞാനിപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ സ്റ്റാറായിട്ടുള്ള മത്തി പൊരിച്ചത് ഉണ്ടാക്കിയതാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാനിത് ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വൈറൽ മത്തിപ്പൊരി. നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളിപ്പം ഇത് ഓണാക്കുന്നില്ല. ഏതാണെന്ന് വെച്ചാൽ ഗ്യാസ് ഓണാക്കാതെ വേണം നമുക്ക് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ഒരു 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. 2 സ്പൂൺ ഇട്ടെടുക്കുക. നമ്മുടെ എരിവിന് ആവശ്യമുള്ള ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം മാത്രമേ നമുക്ക് തീ പറ്റിക്കാവൂ. അതിനോട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണയിൽ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇടയിൽ നമുക്ക് നമ്മുടെ തീ ഒന്ന് പറ്റിക്കാം. ഇപ്പം നമ്മൾ തീ പറ്റിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 2 വലിയ സ്പൂണിന് നമ്മൾ ചെറിയ ഉള്ളി നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. ഒരു സ്പൂണോളം വെളുത്തുള്ളി ചതച്ചത് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിന് നല്ലൊരു മണം വരും കേട്ടോ. നല്ല നമ്മുടെ മുളക് പൊടിയൊക്കെ വെളിച്ചെണ്ണയിൽ തീ കുറച്ചിട്ടിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതി. പച്ച മണം ഒന്ന് മാറി വരട്ടെ കേട്ടോ. അപ്പോൾ പച്ച മണം ഒന്ന് മാറി വന്നിട്ട് ഇതിലേക്ക് നമ്മൾ പുളി പിഴിഞ്ഞത് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് പുളി വേണ്ട. നമ്മുടെ മീനനുസരിച്ച് പുളി ഒഴിച്ചു കൊടുക്കാം. പുളിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ആ മസാല ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വറ്റാറാവുന്നത് വരെ നമുക്കൊന്ന് കുറച്ച് തീ ഒന്ന് കൂട്ടി വയ്ക്കാം. ഇത്രയും നേരം നമ്മൾ കുറഞ്ഞ തീയിലാണ് വെച്ചിരുന്നത്. ഇതൊന്ന് കുറച്ച് തീ ഒന്ന് കൂട്ടി വയ്ക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് 2-3 കറിവേപ്പില ഒന്ന് തിളച്ച് സെറ്റാവട്ടെ. അപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് തിളച്ച് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ മത്തി ഇങ്ങനെ കറക്കി വയ്ക്കുകയാണ്. നമ്മുടെ നാട്ടിൽ മത്തി എന്നാണോ പറയുന്നത് അറിയില്ല. നമ്മുടെ നാട്ടിൽ ചാള എന്ന് പറയും. ഞാനിതൊരു മത്തി എന്നൊക്കെ തൃശ്ശൂർ സൈഡിലൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ മത്തി എന്ന് പറഞ്ഞാൽ ഇത് നല്ല ചാളയാണ് കേട്ടോ. നല്ല നെച്ചാള പോലെ. കുറേ നാളായി നമുക്കിത് കിട്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്കിനി ഈ മസാലയെല്ലാം ഇതിൻ്റെ മേളിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ മസാലയൊക്കെ നമ്മുടെ മീനിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ചെറിയ തീയിൽ കുറച്ച് നേരം ഇടാം. എന്നിട്ട് ഒരുവിധം ആയതിനു ശേഷം നമുക്കൊന്ന് മറിച്ചും കൂടി ഇടാം. അപ്പോൾ ഒരു 2 മിനിറ്റ് ഇതൊന്ന് വേകട്ടെ. അപ്പോൾ നമുക്ക് 2 മിനിറ്റൊക്കെ ആകാറായിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിടാം കേട്ടോ. നമുക്കിനി ആ അടുത്ത ഭാഗം കൂടി ഒന്ന് വരട്ടി വരണം. അതായത് നമുക്കിനി ഈ വെള്ളവും കൂടി ഒന്ന് വറ്റി വരണം കേട്ടോ. ഇപ്പോൾ 2 മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മുടെ മീനൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് ഈ വെള്ളം ഒന്ന് വറ്റി വരണം. അപ്പോൾ അതുവരെ ഒന്നും കൂടി ഒരു 1-1.5 മിനിറ്റ് കൂടി ഇട്ടേക്കാം കേട്ടോ. ചെറിയ തീയിലാണേ, ഒരുപാട് തീ ഇടരുത്. വെളുത്തുള്ളിയൊക്കെ ചേർത്തതായതുകൊണ്ട് കരിഞ്ഞ് പിടിക്കും. അപ്പോൾ ഒരു 1-1.5 മിനിറ്റ് കൂടി നമുക്കിങ്ങനെ ഒന്നും കൂടി ഒന്ന് അടച്ചു വയ്ക്കാം. മീനൊന്ന് തുറന്ന് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റിൽ ഇപ്പോൾ ഓൺലൈനൊക്കെ കത്തി നിൽക്കുന്ന മീൻ പൊരിച്ചതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഈസിയാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ചാളയും മത്തിയൊക്കെ കിട്ടുന്ന സീസണാണ്. അപ്പോൾ
എപ്പോഴും ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു വെറൈറ്റി മീൻ ഫ്രൈ. ഓക്കേ.